ഞാനേ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിലാണ് വന്നിരിക്കുന്നത്. ഞാൻ അവനോട് പറഞ്ഞിട്ടില്ല. നിങ്ങൾ കാണണ്ട ആരാന്ന് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, നിങ്ങൾ റെഡിയല്ലേ? ഞാനിപ്പോൾ ഇവിടുന്ന് വിളിച്ച അവനെൻ്റെ സൗണ്ട് മനസ്സിലാവും. ചെറിയൊരു നമ്പർ അടിച്ച് നോക്കാം അല്ലേ? ആരാന്ന് കാണട്ടെ. ആരാന്ന് മനസ്സിലായില്ലോ. വെയിറ്റ് ചെയ്യും, കാണിച്ചു തരാം. സൗണ്ട് മാറി. എടാ രഘു മോനെ, മോനെ, രഘു മോനെ. മനോട്ടിനെ നിങ്ങളുടെ പോയില്ലേ? ഞാനിവിടെ വന്ന് കയറി. അതെയാ, അന്ന് ഞാൻ പറയാതെ നിന്നെ ദൈവം ഭയങ്കരമായിട്ട് ഇങ്ങനെ പറയാതൊന്ന് വന്നൂടെ. ഞാൻ വരാൻ കൊറേ നാളായില്ലേ പറയുന്നത്. പക്ഷെ ഞാനിത് നോക്കി ഞാൻ പറഞ്ഞു എപ്പോ സാറില്ല രഘു, സാറില്ല. നമ്മളൊക്കെ അതെന്താ വീടെന്താ? ഇത് വീടല്ലേ? പിന്നെന്താ പറയാ വിശേഷം? വിശേഷം എപ്പോഴും വീഡിയോയിലിടുമ്പോ പറയലുണ്ട്. നിങ്ങൾക്ക് അറിയുന്നവർക്ക് അറിയില്ല. വല്ലാത്തൊരവസ്ഥയിലാണ്. പിന്നെ എല്ലാം 2 അസുഖങ്ങളും കൂടെ വന്നിട്ട് എനിക്ക് നിലവിൽ ചെയ്യുന്ന ജോലി ഞാൻ നിർത്തി വെച്ചിട്ടുണ്ട്. വാർക്കിന്റെ തലക്കും ബാധിക്കും, നടുവിനും ബാധിക്കും. അപ്പൊ എനിക്ക് നിലവില് പണിയൊന്നും എടുക്കാൻ പറ്റുന്ന അവസ്ഥയിലായിരുന്നു. അങ്ങനെ നിൽക്കുന്നു. മഴയല്ലേ? എന്താണ് പിന്നെ അമ്മ പണിക്കുവാ? അമ്മ പണിക്ക് പോയിട്ടേ ഞാൻ ചായ അവിടെ ഉള്ളിൽ വെച്ചിട്ടില്ല. അപ്പൊ ഞാൻ നമ്മളറിയുന്നുണ്ട്. അല്ല ഒന്നാമത് അത് സാധനം നമ്മളെ അതിഥിയൊന്നുമല്ല, നമ്മൾ സുഹൃത്തുക്കളല്ല. ഞാൻ കപ്പറവുണ്ട്. അച്ഛനൊരു പാട്ടിലേക്ക് ഞാൻ അച്ഛനൊന്ന് പരിചയപ്പെട്ടെ ഏതോ അച്ഛനോട് സംസാരിക്കുന്നു. അച്ഛനൊരു വേണ്ട അപ്പൊ രഘുവിന്റെ അച്ഛൻ പറയുന്നത് ഈ സുഖിന്റെ പുള്ളിക്ക് ഒരു സ്റ്റോക്കെല്ലാം വന്നിട്ടാകെ പ്രശ്നമായി. 9 വർഷം കഴിഞ്ഞു. 9 വർഷം. ഞാൻ എനിക്കിവരെ കാണിക്കാനും ഞാൻ തട്ടിപ്പ് നടത്തുന്നത്. അതുകൊണ്ടാണ് അതിൽ ഇവരെ കൊണ്ടുവരാൻ ഒന്നാമത്തെ കാര്യം. പിന്നെ ഇഷ്ടമല്ല ഒന്ന്. പിന്നെ ഞാൻ പറയും ഞാൻ ജീവിക്കാൻ വേണ്ടി സഹായം അഭ്യർത്ഥിക്കുന്നൊക്കെ പറയും. കൊണ്ട് ഞാൻ ഇതുവരെ അങ്ങനെ ഒരു കാര്യം എടുക്കാം. അല്ല, എനിക്കറിയായിരുന്നു. പക്ഷെ ഇപ്പൊ നിങ്ങൾ 9 വർഷം ആയിരിക്കും. 9 വർഷം കഴിഞ്ഞു. 8 വർഷം കഴിഞ്ഞു. 9 വർഷം കഴിഞ്ഞു. അതെല്ലേ? അപ്പം രഘുവിന്റെ വരുമാനം കൊണ്ടായിരുന്നു ജീവിക്ക് പോയിക്കൊണ്ടിരുന്നത്. അപ്പൊ ഇപ്പോഴത്തെ അവസ്ഥ കൊണ്ട് രഘുവിനും പണിക്ക് പോകാൻ പറ്റാത്തോ കാര്യം അസുഖം നിങ്ങളെല്ലാം അറിഞ്ഞിട്ടുണ്ടാവും, പ്രഷർ അറിഞ്ഞിട്ടുണ്ടാവും. രഘുവിനും പ്രശ്നമാണ്. അങ്ങനെ വല്ലാത്തൊരവസ്ഥയിലുള്ളത്. പക്ഷെ എന്നാലും എനിക്ക് രഘു എൻ്റെ ഒരു അനിയനെ പോലെ അങ്ങനെ എവിടെ കണ്ടാലും രഘുവിനൊന്നും വിഷയാതെ പോകില്ല. പക്ഷെ ഇങ്ങനെ പണി പറ്റിക്കുന്നത് ഞാനറിയാം. അത് പറയാതെ തന്നെ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അത് പറഞ്ഞിട്ട് വന്ന രഘുവിനൊരു രസം ഉണ്ടാകും. ഇത് നമ്മളെല്ലാം ഒന്ന് പ്ലാൻ ചെയ്ത് ചെയ്യുന്നല്ലോ. നമുക്ക് അതല്ലേ ഇഷ്ടം. പിന്നെ രഘു നമ്മളൊക്കെ സാധാരണക്കാരുടെ കൂടെ സാധാരണക്കാരല്ലേ? നമുക്ക് അതെല്ലാം ഇഷ്ടം. നമ്മൾ പ്ലാൻ ചെയ്ത് നമ്മൾ ബൈക്കപ്പെല്ലാം അടിച്ചു അങ്ങനെ അത് നമുക്ക് രസമില്ല. നമ്മളെപ്പോ നമ്മളായിട്ടുണ്ട് നല്ലത്. അതുകൊണ്ടാണ് ഞാനും അങ്ങനെ വന്നത്. പിന്നെ അപ്പൊ എന്തായാലും നമുക്ക് ആ ഒരു സ്വാഭാവികമായിട്ടൊരു ചലനാണ് നമുക്ക്. പിന്നെ ചികിത്സയെ പറയുകയാണെങ്കിൽ ഇപ്പം സാധാരണ പറയുകയാണ് ഫിസിയോതെറാപ്പിയും ആയുർവേദ ചികിത്സയാണ് ഭയങ്കര ഇത് ഫലം ചെയ്തത്. അപ്പൊ ഞങ്ങൾക്കത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാതെ അവിടെ നിന്നത്. അത് ഭയങ്കര നമ്മൾ ആയുർവേദം ചെയ്തു, ഫിസിയോതെറാപ്പി ചെയ്തു, രണ്ടും ഫലം ചെയ്തു. അപ്പൊ അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ പഴയപടി ആയാൽ നിന്നുപോയി. അതുകൊണ്ടാണ് നമുക്ക് പോയി വരെ ഒരു ചെലവാണ്. അതുകൊണ്ടാണ് നിർത്തി വെച്ചത്. മാസം വീഡിയോ പോയി മേടിക്കാം ഹോസ്പിറ്റലിൽ നിന്ന്. അങ്ങനെ കൊണ്ടു കൊടുക്കും. അപ്പൊ അതാണിപ്പം ഇതും കിട്ടാനും. പിന്നെ ഇവിടെ നിന്ന് വെച്ചാൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഹാർഡ് വർക്ക് ചെയ്യുന്ന ജോലിയും വളരെ ചെയ്യാൻ പറ്റും. സ്വന്തം കാര്യം ചെയ്യാൻ മാത്രമേ
പിന്നെ അവിടെ വിറകില്ലേ, അപ്പൊ അതൊന്നും കാണിച്ചു കൊടുക്കാം. വിറകല്ലേ നമ്മള് കത്തിക്കാൻ വേണ്ടി ഇങ്ങനെ മഴക്കാലത്ത് ഈ വിറകെല്ലാം നിങ്ങൾ പൈസ കൊടുത്തിറക്കിയാണ് വാങ്ങി വെച്ചതാ. ഓ ശരി. ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ഓരോന്ന് കൊത്തി ആക്കും. അങ്ങനെ മാത്രം ചെയ്യും. അത് മാത്രം നമ്മൾ ചെയ്യുന്ന ഒരു ആയിരിക്കും. ഇതെല്ലാം ഉണ്ട് നമ്മുടെ മഴക്കാലത്തേക്കുള്ള ഒരു ഇത് ഓലച്ചൂട്ടല്ല. പിന്നെ വീടിന്റെ ഇത് നോക്കിതാ. പിന്നെ ഇതിനെ പറ്റിയാണ് എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത്. ഇതിനെപ്പറ്റി പറയുമ്പോ ഇപ്പം എനിക്ക് പ്രേക്ഷകരോടാണ് പറയാനുള്ളത്. മെയിനായിട്ട് കണ്ടോ, ഇതുപോലത്തെ ഒരു ഒക്കെയാണ് നമ്മൾ ഈ കൊല്ലം നമുക്കൊന്നും മെയിൻ്റെ പണിയെടുക്കാനൊന്നും പറ്റിയില്ല. കാര്യം എന്റെ സാഹചര്യം ഇങ്ങനെയായി. എനിക്കാണെങ്കിൽ ഒന്നും അതിനു വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. എനിക്ക് നാട്ടിൽ ഇന്നലെ വരെ ഞാൻ പോയപ്പോൾ ഒരു അപവാദം, എനിക്ക് സോഷ്യൽ മീഡിയ 50,000 രൂപയാണ് വരുമാനം. 50,000 രൂപ. എനിക്ക് സത്യം പറഞ്ഞ കരത്തിൽ വരുന്നുണ്ട് പറയുമ്പോ. ഇങ്ങനെ ഈ വീട് പോലും ഇതാക്കാൻ 50,000 രൂപ കിട്ടിയിട്ട് ഉള്ള ഒരവസ്ഥ. ഈ 50,000 രൂപ വരുമാനം കിട്ടുന്ന ഞാൻ ചെയ്യാതിരിക്കും. ഇതിപ്പോ കേൾക്കാതിരിക്കുമ്പോ പറയാതിരിക്കാൻ വയ്യ. ഞാൻ തന്നെ വന്ന് റിയാക്ട് ചെയ്യണമെന്നാ വിചാരിച്ചത്. പക്ഷെ മനേട്ടൻ മനസ്സിൽ ഇങ്ങനെ എടുത്തുകൊണ്ട് എനിക്കത് ധൈര്യമായിട്ട് എനിക്ക് പറയണമെന്നുണ്ട്. ആ പ്രേക്ഷകർ അറിയിക്കുന്നുണ്ട്. 50,000 രൂപ സോഷ്യൽ മീഡിയ കിട്ടുന്ന ഞാൻ ഇത് എന്റെ വീടിന്റെ അവസ്ഥയാണ്. അപ്പൊ അങ്ങനെയൊക്കെ ഒരു അപവാദമൊക്കെ കേൾക്കേണ്ടി വന്നു. അപ്പൊ എന്തായാലും കേട്ടോണ്ട് ഞാൻ പറയുവാണ്. അത് ആര് പറഞ്ഞു? നമ്മുടെ നാട്ടിൽ തന്നെ പറഞ്ഞാണ് അറിവ്. വേറെ ആളെന്നോട് ചോദിച്ചാൽ അല്ല, ആള് പറയുന്നത് നോക്കണ്ട രഘു. നമുക്ക് നമ്മുടേതായ ഒരു ലൈഫ്, നമ്മുടേതായ ജീവിതം അല്ലെ. രഘുവിനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാർ. ഇപ്പൊ നമ്മളൊക്കെ രഘുവിനെ തേടി ഇവിടെ വന്നില്ല. നമ്മളെ രഘുവിനെ തേടി വരുന്നു. രഘുവിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. രഘുവിനെ എന്താണ് രഘു എന്ന് അറിയുന്നത് നമുക്കറിയാം. ആ രഘുവിന്റെ കൂടെ നമ്മൾ എപ്പോഴും ഉണ്ട്. എപ്പോ ഇവിടെ കണ്ടാൽ ഞാൻ രഘുവിനോട് മിണ്ടാതെ ഒന്ന് കൈ പൊക്കി കാണിച്ചിട്ട് പോകാതെ ദിവസം ഉണ്ടോ? എപ്പോഴായാലും എത്ര തിരക്കായാലും എവിടെ നിന്നായാലും. അപ്പൊ നമുക്കതുപോലെയുള്ള ബന്ധങ്ങളാണ് നമുക്ക് ഏറ്റവും വലുത്. അപ്പൊ എന്തായാലും വീടിന്റെ പുറം കണ്ടു. നമ്മുടെ വീടും കൂടെ എല്ലാരും പ്രേക്ഷകരൊന്ന് കാണുന്നു. നമുക്ക് രഘുവിന്റെ വീടിന്റെ അകത്തോടെ ഒന്ന് കയറി നോക്കാം. വീടിന്റെ അകത്തോടെ കയറി നോക്കി ഇങ്ങനെയാണല്ലോ ഇതൊക്കെ കാണിച്ചു. ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യൊക്കെ ചെയ്തത് പോയില്ല. പിന്നെ എനിക്കായിട്ട് കുറച്ച് കാലൊക്കെ ഉണ്ട്. അപ്പൊ അതിനൊക്കെ ഞാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പൊ ഈ കൊല്ലം ഇങ്ങനെ ആയതുകൊണ്ട് എല്ലാം വരച്ചു തന്നാണ് നമ്മുടെ വെള്ളാറുള്ള ചേട്ടായി. പിന്നെ ഇതെന്റെ മുറി. അപ്പൊ ഞാൻ പറഞ്ഞുതരാം. ഇതെന്റെ മുറി. നമ്മളൊക്കെ നിർത്താടുപ്പതാ. നിലത്ത കിടക്കും. നമുക്ക് കട്ടിലൊന്നുമില്ല. ഇതെന്റെ സ്വന്തം പറയുക ഇത് മാത്രം. പിന്നെ ഫോണും ഞാൻ കാണിച്ചു തരാം. ഫോൺ എടുത്തിട്ട് വരാം. ഫോൺ ഞാൻ കാണിച്ചിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ. ഇത് ഇവിടെയാണ് രഘു കിടക്കുന്ന. ശരിക്കും നിലത്ത് കിടക്കുന്ന, കട്ടിലോ ഒന്നുമില്ല. അപ്പോ രഘു ഉപയോഗിക്കുന്ന ഫോൺ ക്ലാരിറ്റി ഉണ്ടോ? ലൈറ്റ് ഇടണോ? ഇതുണ്ടോ? 2 കൊല്ലം സാധനം നമ്മള് തലയിൽ വെച്ച ഉറുമ്പായിരിക്കോ തല വെച്ച അങ്ങനെ വെച്ചാൽ നിലത്താലും വീഴുമ്പോ ഞാൻ കാലുകൊണ്ടെല്ലാം തടഞ്ഞിട്ട് ഇത് ഈ സ്ഥാനം കൊണ്ടാണ് എന്റെ വീഡിയോ മൊത്തം. എവിടുന്ന ഷൂട്ട് ചെയ്തെന്ന് വെച്ചാൽ ഇവിടെ വെക്കും. ഇവിടെ തെളിച്ചാൽ എനിക്ക് ഇത് തുറന്നിട്ട് ഇവിടുന്നാണ് പറയുന്നത് എടുക്കുന്നതും. പിന്നെ അല്ലാതെ ചിലതിനൊക്കെ അമ്മാന്റെ മോളുണ്ട്, അത് വരുമ്പോ ചിലരൊക്കെ അവരെ ഞാൻ വിളിക്കും. അങ്ങനെയാണ് ചിലതൊക്കെ പുറത്തുനിന്നില്ലാതെ എടുക്കുന്നത്. ഇതൊന്നും തോന്നുന്നു കാണിക്കേണ്ട കാര്യം ഉണ്ടാവും. ഇതൊക്കെയാണ് നിങ്ങൾ വന്ന് എനിക്ക് ഇപ്പൊ ഇത്രയൊക്കെ ഇവിടെ പരിചയപ്പെടുത്താൻ പറ്റുള്ളൂ. നമ്മുടെ എന്തായാലും നമ്മളൊരു അറിഞ്ഞിരിക്കണം. പിന്നെ നമുക്ക് പാലത്തെ ഗുളികയൊക്കെയാണ് ഇതിന്റെ അടിയിൽ. ഇതൊരു മുറി. ഇതാണ് നമ്മള് ആദ്യം കിച്ചൺ ആക്കാൻ പ്ലാൻ ചെയ്തത്. കൊണ്ടുവരാൻ വേണ്ടി പിന്നെ നമ്മളത് പിന്നെ ഒഴിവാക്കി. പിന്നെ വേറെ കൂട്ടിയെടുത്തു. അവിടെയുള്ള അവസ്ഥ കാണിച്ചത് ഇവിടെ വന്ന് നോക്ക്. ഇവിടെ അടക്കം മൊത്തം ചോർച്ചല്ലേ. ഇവിടെയൊക്കെ ഇപ്പൊ ഇങ്ങനെ എനിക്ക് ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് എന്താ പറയുന്നതിന് വിഷമമുണ്ട്. ചോറിന് ശരിക്കും വെള്ളം ഒഴുകി വരുന്നുണ്ടോ? ശരിക്കും ചോർച്ചയുണ്ടോ? വെള്ളം ഇങ്ങനെ ഒഴുകുന്നുണ്ട് ശരിക്കും കാണാം. ഇതാണ് നമ്മുടെ ഒരു കിച്ചൺ. ഇതാണ് ഇവിടെ ഞാൻ പറയാറുണ്ട്, പരിമിതികളിൽ നിന്ന് എപ്പോഴും പറയാറുണ്ട്, എടുക്കാൻ എനിക്ക് സാധിക്കാറില്ല. രഘുവിന്റെ അടുക്കളയും പാചകമൊക്കെ കാണിക്കുന്നത് ഇവിടെ നമ്മള് ഇവിടെ നിന്നാണ് കാണുന്നത്. ഇതിപ്പോ ചായക്ക് വെച്ചിട്ടാണ്. അപ്പൊ ഞങ്ങൾക്ക് മാത്രമേ വെച്ചുള്ളൂ. മലയാട്ടം വരുന്നപ്പോ അറിയുവാണെങ്കിൽ മലയാട്ടത്തിന് എന്തായാലും അങ്ങനല്ല, മലയാട്ടത്തിൽ തരുന്നല്ല ഞാൻ പറഞ്ഞു. കടികള് ചായ മതി, കടികളൊക്കെ നമ്മൾ മേടിക്കണമല്ലോ. ഒന്നും വേണ്ട, എന്തിനു നമുക്ക് ചായ മാത്രം പോലെ. ഈ ചായ മാത്രം മതി, വേറെന്താ വേണ്ടേ? ചായ മതി. ഇവിടെ എവിടെയെങ്കിലും നമ്മൾ കണ്ടിട്ട് ഇപ്പൊ വിറക് കത്തിച്ച് ചായ വെച്ച കുടിച്ച കാലം മറന്നില്ല. നമുക്ക് സ്റ്റൗ ഇല്ല കേട്ടോ, സംഭവങ്ങളാണ്. പ്രേക്ഷകര് പറയും സ്റ്റൗ അമ്മയ്ക്ക് പൊതുവെ ഇഷ്ടമല്ല.
ഗ്യാസ് നമുക്ക് പേടിയുള്ള കൂട്ടത്തില മിക്സി പോലെ ഇറക്കാറില്ല. അതുകൊണ്ടാണ് കറികളുടെ പണി മൊത്തം ഞാൻ ചെയ്യേണ്ടി വരുന്നത്. അതാണ് അങ്ങനെയാണ് ആ പാചകത്തിൻ്റെതൊക്കെ ഞാൻ ചെയ്യേണ്ടി വരുന്നത്. പിന്നെ അതങ്ങനെ പിന്നെ നമുക്ക് വിഷയമില്ലാതായി. പിന്നെ ചോറ് അമ്മ വെക്കുന്നതാണ്. അതൊക്കെ എനിക്ക് പറയാൻ പറ്റുന്നില്ല. വീഡിയോ എടുക്കുമ്പോൾ എനിക്ക് 1.5 മിനിറ്റോളം കിട്ടുന്നത്. അതിനുള്ളിൽ എനിക്ക് എല്ലാം പറഞ്ഞെത്തിക്കാനും പറ്റുന്നില്ല. പിന്നെ അങ്ങനെയൊക്കെ പോകുന്നു കാര്യങ്ങൾ. പിന്നെ ഇവിടെ ഏറ്റവും നല്ല നമുക്ക് ഇവിടെ പൈപ്പിലെ വെള്ളമല്ല നമ്മൾ കോരിക്കൊണ്ട് കണ്ടു കാണാൻ നമ്മൾ എപ്പോഴും നല്ല വെള്ളം കൊണ്ടുവരും. ഇതുണ്ടാവും ഭദ്രമായിട്ട് ഈ വെള്ളമാണ് നമ്മൾ ചോറ് വെക്കാനും കൊണ്ടുവന്നിട്ട് ഇതോട് കൊണ്ടുവരണം. പിന്നെ ഇതുണ്ട് ഇവിടെ കിടക്കുന്ന അവസ്ഥ നോക്കൂ. കണ്ടോ ഇവിടെ ഏകദേശം ആ പറഞ്ഞ എല്ലാം നമുക്ക് മെയിൻറ്റെയിൻ പണി ചെയ്യണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. ഇവിടെയൊക്കെ നമുക്ക് തുണിയൊക്കെ ഇടാം മഴക്കാലത്ത്. അങ്ങനെയൊക്കെ മുമ്പിലും ഇത് പുറകുവശം അല്ലേ. വെള്ളം ഒഴുകി വരുന്നുണ്ടാ ചോർച്ചയുണ്ടല്ലേ. ഇതാണ് രഘു പറയുന്ന അമ്പലം അല്ലേ. ഇത് അടുത്തല്ലേ. ഇതാണ് കറവാട് ക്ഷേത്രം തെയ്യങ്ങളൊക്കെ കിട്ടുന്ന അടുത്ത് തന്നെ അല്ലേ അമ്പലത്തിന്റെ. അതുകൊണ്ട് ആ ഒരു പ്രത്യേക ചൈതന്യം എന്തായാലും ഉണ്ടാവും. പിന്നെന്താ എല്ലാം നമ്മൾ കൊണ്ടാടുന്നതാണ്. വർഷത്തിൽ തെയ്യവും അടിയന്തരൊക്കെ അല്ലേ. ഓക്കെ രഘു, എന്നാ പിന്നെ കണ്ടതിന് ഒരുപാട് സന്തോഷം. പിന്നെ മലയാളിനെ കുറിച്ച് എനിക്ക് പരിചയപ്പെടുത്താനുണ്ട്. ഞാൻ മുമ്പോട്ട് വരട്ടെ, അതൊക്കെ ഞാൻ പറയാം. അല്ല മലയാളിനെ കുറിച്ചും പറയണമല്ലോ. മലയാളിന് ആരാധന ഇതൊരു റൂമാണ്. അതൊന്നും കാണത്തില്ല. മനയാട്ടൻ ആരാന്ന് ഞാൻ പറഞ്ഞുതരാം. മനയാട്ടൻ ഫിലിം ഇൻഡസ്ട്രിയിൽ ഒരു ഫിലിമിനുണ്ട്, നാത്താൻ കേസുകൂട് എന്ന് പറഞ്ഞൊരു. അതന്നെ എനിക്കറിയാവുന്നത് ആ ഫിലിം. പിന്നെ ബാക്കി മനയാട്ടൻ തന്നെ പറയട്ടെ. അയ്യോ ഞാൻ പരിചയപ്പെടുത്തി പറഞ്ഞാൽ മതി. അല്ല എനിക്ക് ബാക്കി അതൊന്നും പ്രണയവിലാസം, കുറിപ്പ്, ഉൾട്ട ജനഗണമന, അന്തർദിമൻ, രേഖ, കുറച്ച് സിനിമയിലൊക്കെ ചെറിയ വേഷങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. മിമിക്രി ആർട്ടിസ്റ്റാണ്. ഇവിടെ വന്നപ്പോഴേ മിമിക്രി ആക്കിയിട്ടാണ് അങ്ങനെ ഞാനെന്തോ പോലായിപ്പോയി. അങ്ങനെയാണ് നമ്മുടെ ഇത്ര ഉള്ളു. ഇത്ര ഒന്നും വന്നതുകൊണ്ട് എനിക്ക് ഇത്രയും പറയാൻ പറ്റി. അതാണ് ഏറ്റവും വലിയൊരു അനുഗ്രഹം. ഇത് പലർക്കും സംശയങ്ങളിരിക്കും എപ്പോഴും പല ഇപ്പം തന്നെ ഇത് പറഞ്ഞപ്പോ എനിക്ക് ഭയങ്കര പെട്ടെന്ന് ഒറ്റക്കാരാണോ. അങ്ങനെയല്ല, 50,000 വരുമാനം ഉണ്ടെങ്കിൽ എനിക്ക് എന്തായാലും വരുമാനം ഉണ്ടെങ്കിൽ ഇതിൽ നിന്ന് സോഷ്യൽ മീഡിയയിൽ നിന്നുണ്ടെങ്കിൽ എന്തായിരുന്നു. അപ്പൊ അത് അറിയാതെ കേൾക്കാനും പറയരുത്. അത് ഞാൻ മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ നിന്നാണെങ്കിൽ പോലും സത്യാവസ്ഥ അറിഞ്ഞിട്ട് പറയുക. കിട്ടിയാൽ ഞാൻ എന്തായാലും എനിക്ക് കിട്ടുന്ന സമയത്ത് ഞാൻ എന്തായാലും അറിയും. ആ പറയാൻ എനിക്ക് അതെ നമ്മള് ഒരു 6 മാസം കഴിഞ്ഞോണ്ട് മോണിറ്റൈസ് ചെയ്തിട്ട് അപ്പം അതിനെന്തോ അതിന് കംപ്ലീറ്റ് ആവാൻ മോണിറ്റൈസേഷൻ തന്നെ എന്തോ അത് കംപ്ലീറ്റ് ആവാനുണ്ട്. അത് കംപ്ലീറ്റ് ആയി അത് ആ ടാസ്ക് ഒക്കെ കംപ്ലീറ്റ് ആയെങ്കിലേ ഇൻകത്തിന് അർഹത നമുക്കാവില്ല. അപ്പൊ അങ്ങനെ കുറെ കിടക്കുന്നുണ്ട്. അത് അറിയാതെ നമ്മൾ ഈ കിടന്ന് ചിലച്ചിട്ട് പറയുമ്പോ എല്ലാവരും എന്നോട് വന്ന് ചോദിക്കില്ല. ഇന്നലെ ചോദിച്ചപ്പോ ഞാൻ സത്യം പറഞ്ഞ കണ്ണും പിടിച്ചു. അപ്പൊ എനിക്ക് ഇത്രയൊക്കെ അതിന്റെ പറയാനുള്ളൂ. നമ്മൾ വിശ്വസിക്ക് അല്ലെങ്കിൽ വിശ്വസിക്കണ്ട, അത്രേ പറയാനുള്ളൂ അതിനെ സംബന്ധിച്ചിടത്തോളം. പിന്നെ ഫാദറിന്റെ കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞു. അമ്മ പണിക്ക് പോയിട്ട് വരാനുണ്ട്. ഇനിയിപ്പോ അമ്മനോട് കാണിക്കാൻ പറ്റിയില്ല. പിന്നെ വേറൊന്നും കാണിക്കാനില്ല ഇവിടെ. പിന്നെ രഘുവിന്റെ കാര്യങ്ങളൊക്കെ ആൾക്കാർ രഘുവിന്റെ പൂച്ച, ചെടിച്ചട്ടി എല്ലാ ആൾക്കാരും കാണുന്നതല്ലേ. ചെടിയൊന്നുമില്ല. ഇതൊക്കെ ഞാൻ മേമ്പടുത്തുന്ന ഇത് കൊല്ലം കിഴങ്ങ് മുളയ്ക്കുന്നു. ഡാലിയ എന്ന് പറഞ്ഞിട്ട് വീടുകളൊക്കെ കാണിക്കലുണ്ട്. ഇതിന്റെ ഡാലിയ ഇത് പല വെറൈറ്റി കളർ ഡാലിയല്ലേ. ഇപ്പൊ റോസ് പൂ വന്നോണ്ടിരിക്കുന്ന റോസ് ഇതുണ്ട്. നല്ല അടിപൊളി പൂ വരുന്നുണ്ട് കേട്ടോ റോസിന്. പൈപ്പ് എന്ന് വെച്ചാൽ നമുക്ക് വേനലില് ഇത് ഈ കൊല്ലം പോലെ നമുക്ക് ആശ്വാസമായി. അതായത് വലിയ ചുമടില്ലാതെ വെള്ളം കിട്ടാൻ തുടങ്ങി. മഴക്കാലത്തല്ലോ ഇല്ലേ എപ്പോഴും ഇല്ലേ. കഴിഞ്ഞ ആ മഴ നിന്ന സമയത്ത് വന്നു. കഴിഞ്ഞ മഴ കൂടിയാൽ പിന്നെ നല്ല ഒരു ആച്ചുണ്ടായിരുന്ന സമയത്ത് പിന്നെ അവിടെ നമ്മൾ വെള്ളം ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് നമുക്ക് ആദ്യമായിട്ട് അത് ഞാൻ വീഡിയോ ഒരു കണ്ടന്റ് ആക്കണം വിചാരിച്ചാൽ ഭാഷം പ്ലോട്ട് ഇത് ഉണ്ടായിട്ടുണ്ട്. ഇത് എന്റെ ഉണ്ടായിട്ടുണ്ട്. അതിനെ കാണിച്ചു ഉണ്ടായിട്ടുണ്ട്. പഠിച്ചിട്ടാ
ആ ഈ പിടിച്ചു വരുന്നുണ്ട് ആ ഞാനൊരു ദിവസം വീഡിയോ എടുത്ത് കാണിക്കണം എന്ന് വിചാരിച്ചാ. ഇതല്ലേ പാഷൻ ഫ്രൂട്ട് 2 പിടിച്ചിട്ടുണ്ട്. നല്ല ഔഷധ ഗുണമുള്ള സാധനം. ഇപ്പൊ ഭയങ്കര ഡിമാൻഡ് സാധനമല്ലേ? ഇതൊക്കെ അതിന്റെ കുറെ ഉണ്ട് പറഞ്ഞു തരാൻ. കായ്കൾ പിടിച്ചു വരുന്നുണ്ട്. അപ്പൊ ഓക്കെ രഘു. അപ്പൊ എന്തായാലും ഇവിടെ വെള്ളം സ്റ്റോക്ക് ചെയ്യുന്നുണ്ട്. നമ്മളിങ്ങനെ അലക്കണ്ട അവിടെ അല്ലേ? അത് അലക്ക് തന്നെ അങ്ങോട്ട്. പക്ഷെ ഇത് നമ്മുടെ അല്ല, ഇത് നമ്മുടെ അല്ല, ഇത്ര അങ്ങോട്ട് നമ്മുടെ അല്ല. വേറെ സ്ഥലം അല്ലേ? നമുക്ക് നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടായിരിക്കും. അത് വേറെ ഇപ്പൊ പെൻഡിങ് എന്തോ ആയി കിടക്കണം. അതല്ലേ? അപ്പം നമ്മള് അത് നമുക്ക് ഇപ്പൊ പറയുന്നോണ്ട് നമുക്ക് ഇതൊന്നുമില്ല. പക്ഷെ അങ്ങനെ നമ്മളിപ്പം ഇടയ്ക്ക് നമുക്കത് ഉപകാരമായി. നമുക്ക് അങ്ങനെ ചെയ്യാൻ പാടില്ല. അപ്പൊ രഘു എന്നാ പിന്നെ ആയിക്കോട്ടെ. രഘുവിന്റെ കൂടുതൽ പുതുമയുള്ള വിശേഷങ്ങളും വാർത്തകളുമായിട്ട് നമ്മൾ വീണ്ടും കാണും. അപ്പൊ ഒത്തിരി സ്നേഹത്തോടെ രഘുവിന്റെ സ്വന്തം മനോജേട്ടൻ. ഓക്കെ.